ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം 4th സെമസ്റ്ററുടെ ഫൈനൽ സെമസ്റ്ററാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫൈനൽ സെമസ്റ്ററിൽ നമുക്ക് 4 പേപ്പേഴ്സാണ് വരുന്നത്. അതായത് ഇൻകം ടാക്സ്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, ദെൻ ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്നുള്ള 4 പേപ്പേഴ്സാണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഈ 4 പേപ്പേഴ്സിലും നമുക്ക് പ്രോബ്ലം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളതും. അതേപോലെ തന്നെ നിങ്ങളുടെ മൊഡ്യൂളിൽ നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് സിലബസിൽ ലാസ്റ്റിൽ തന്നിട്ടുണ്ടാകും. അതായത് ഇത്ര പെർസെൻറ്റേജ് പ്രോബ്ലം, പിന്നെ അതേപോലെ തന്നെ ഇത്ര പെർസെൻറ്റേജ് തിയറി എന്നുള്ളതിൻ്റെ ബേസിസിലാവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പേപ്പേഴ്സിലും പ്രോബ്ലം തിയറിയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സിലബസിൽ തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് രണ്ട് പേപ്പർ പ്രോബ്ലം ആയിട്ടും 2 പേപ്പർ തിയറി ആയിട്ടാണ് മിക്കവാറും ഇതൊരു എക്സാമിന് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങളുടെ ഫൈനൽ സെമസ്റ്റർ ആണ്. സോ നമ്മുടെ ഓരോ സബ്ജക്റ്റിൽ വരുന്ന സിലബസ് എന്താണ്, അതേപോലെ തന്നെ ബുക്കിൻ്റെ പ്രൈസ് എന്താണ്, അതേപോലെ തന്നെ നിങ്ങൾ ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണ്ടേ എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ആദ്യം വരുന്ന പേപ്പറാണ് ഇൻകം ടാക്സ്. അതായത് നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ 3rd സെമ്മിൽ പഠിച്ച ഇൻകം ടാക്സ് പേപ്പർ 1ൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ഇൻകം ടാക്സ് പേപ്പർ 2 ആണ്. അതിൽ നിങ്ങൾ നോക്കിയത് അതായത് ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അവരുടെ അസസ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദെൻ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊത്തം ഇതിലോട്ട് വരുന്നത് 7 ചാപ്റ്ററാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 220 ആണ് നിങ്ങൾക്ക് വരുന്നത്. നമ്മുടെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് തന്നെ വാങ്ങിച്ചാൽ മതിയാവും. ഓക്കെ, യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് വാങ്ങിച്ചാൽ മതിയാവും. 220 ആണ് വരുന്നത്. നിങ്ങൾ മിക്കവാറും പ്രിൻ്റ് എടുക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങിക്കാനായിട്ട് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് വല്ല പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണല്ലോ. പക്ഷെ അതിൽ അത്രത്തോളം കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് അല്ല, പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ട് നിങ്ങൾ ബുക്ക് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, 220 ആണ് വരുന്നത്. ഇതിനകത്ത് ഓരോ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അസസ്മെൻറ്റ് ഓഫ് ഫേം ആണ്, അതായത് ഫേമിൻ്റെ അസസ്മെൻ്റ് ആണ്. പിന്നെ വന്നിട്ട് നമ്മുടെ AOPയും BOIൻ്റെ അസസ്മെൻ്റ് ആണ്. ദെൻ അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസസ്മെൻറ്റ്, ട്രസ്റ്റിൻ്റെ അസസ്മെൻറ്റ്, ദെൻ കമ്പനിയുടെ അസസ്മെൻറ്റ്, ദെൻ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറിയൽ ഡിസിഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും, ദെൻ ടാക്സ് പ്ലാനിങ് അണ്ടർ വേരിയസ് സർക്കംസ്റ്റൻസ് എന്നുള്ള നിങ്ങൾക്ക് 7 ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇതിൻ്റെ മൊഡ്യൂൾസും പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മൾക്ക് മൊഡ്യൂളായിട്ട് വരുന്നത്. ഇൻകം ടാക്സിന് മൊഡ്യൂൾ ഇതാണ് ഓരോ മൊഡ്യൂളിലും വരുന്നതും. അതേപോലെ തന്നെ ഈ സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 30% തിയറിയും 70% പ്രോബ്ലം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഒരു പ്രോബ്ലം പേപ്പർ തന്നെയാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് മൊത്തം 5 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, 5 ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നതാണ്. 180 ആണ് ബുക്കിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് തിയറി 40%ഉം പ്രോബ്ലം 60% ആയിട്ടാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കിതിൽ ഓരോ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ ക്യാപിറ്റൽ സ്ട്രക്ചർ, ദെൻ ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി, ദെൻ മെർജർ സ്ട്രാറ്റജി, ദെൻ ടേക്ക് ഓവർ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് ആയിട്ടായി പറയുന്നത്. ഇതാണ് അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അതായത് ഓരോ മൊഡ്യൂളിലുള്ള സിലബസ് ഇതാണ് ഇതിൽ ഈ ചാപ്റ്ററിൽ ഈ സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 210 ആണ് വരുന്നത് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് മാത്രം 6 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, ദെൻ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ, ദെൻ ഓപ്ഷൻ, ദെൻ പ്രൈസിംഗ് ഓഫ് ഓപ്ഷൻ, ദെൻ സ്വാപ്പ്, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഡെറിവേറ്റീവ്സ് ആൻഡ് ടാക്സ് ഓൺ ഡെറിവേറ്റീവ്സ് എന്നുള്ള 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ദെൻ ഇതിൽ നിങ്ങൾക്ക് 60% തിയറിയും 40% പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഓരോ മൊഡ്യൂൾ വൈസും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് നിങ്ങൾക്ക് FDയിൽ വരുന്നത്. ഓക്കെ, ദെൻ നിങ്ങളുടെ ലാസ്റ്റ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത് 220 ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ബുക്കിൻ്റെ പ്രൈസ് ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് മൊത്തം 7 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ഫിനാൻസ്, ദെൻ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ, ദെൻ ഇന്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ദെൻ ഷോർട്ട് ടേം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ സിലബസ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, സിലബസ് കൂടി കുറച്ച് വൈഡായിട്ടുള്ള സിലബസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 75% തിയറിയും 25% പ്രോബ്ലം ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്.
സോ നിങ്ങളുടെ ലാസ്റ്റ് സെമസ്റ്റർ ആണ്. ദെൻ റെഗുലർ സ്റ്റുഡൻസിന് വരുന്ന ഒരു കാര്യമാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഡീറ്റെയിൽസും അത് നിങ്ങളുടെ ഓരോ കോളേജിൽ ബന്ധപ്പെട്ട ഗൈഡ്സ് പറഞ്ഞു തരുന്നതാണ്. അല്ലാതെ ഡിസ്റ്റൻസ് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് റിസർച്ച് പേപ്പർ തന്നെ ഒന്ന് തനിച്ച് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 4th സെമസ്റ്ററിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്.